ചങ്ങായിമാർ ഞാനിന്ന് പറയാൻ പോകുന്നത് സാമുവൽ ജെറോം എന്ന് പറഞ്ഞ ഒരു ക്രിസംഗി പന്ന പപ്പ കുണ്ടേയി മകനെ കുറിച്ചാണ്. നിമിഷപ്രിയനെ മോചിപ്പിക്കാന്നും പറഞ്ഞിട്ട് ആക്ഷൻ കൗൺസിലിന്റെ അടുത്ത് $40,000 അടിച്ചു മാറ്റി മുങ്ങിയിട്ട് ഇപ്പം വന്നിട്ട് കാന്തപുരം രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ അയ്യോ കാന്തപുരം അല്ല ഞാനും കേന്ദ്ര സർക്കാരും കൂടിയിട്ടാണ് നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു പറഞ്ഞ ഒരു വേട്ടാവളിയൻ, സംഘികളുടെ അണ്ടം താങ്ങി നടക്കുന്ന ഒരു ക്രിസംഗി കള്ളൻ, പെരിച്ചായ്ക്കള്ളൻ. പാവങ്ങൾ പിരിപ്പിച്ചെടുത്ത $40,000 മുക്കിയത്. എന്നിട്ട് ഈ നാറിനൊക്കെ ജനൻ ടിവിയിലും മറ്റും സംഘികളെ ചാനലിലും കൊണ്ടുപോയി ഇരുത്തിട്ട് ചർച്ചക്ക് വിളിക്കുന്ന നാറിയ ചാണകങ്ങളെ ഉളുപ്പുണ്ടെങ്കല്ലോ. പരനാറി ക്രിസംഗി സാമുവൽ ജെറോമെ, പാവപ്പെട്ടവര് ഈ നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താ വെച്ചാൽ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയ പണമാണ് ഈ $40,000 മുക്കിയത്. നായിക്ക് നീ ഇതെങ്ങനെയാടാ തിന്നുവാ? നീ വായിനെ കൊണ്ട് എനിക്ക് തിന്നാൻ കഴിയാ നായിയത്. എന്നിട്ട് ഒരാൾ രക്ഷപ്പെടുത്താൻ വന്നപ്പോ നീ അത് മുക്കി നക്കി പോട്. എന്നിട്ട് ഒരാൾ രക്ഷപ്പെടുത്താൻ വന്നപ്പോ അതിന്റെ എല്ലാം മുന്നിൽ പോയിട്ട് പാറ വെച്ചിട്ട് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനും വിടൂല, കാന്തപുരത്തിനെ സഹായിക്കാനും വിടില്ല എന്ന ലെവലിൽ സംഘികളെ പരം കൂടിയിട്ട് പച്ച കള്ളം പറഞ്ഞ ഈ നായി, ഈ സാമുവൽ ജെറോം നായിന്റെ എല്ലാ തട്ടിപ്പും ഇന്നലെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സുഭാഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ചാനലിൽ വന്ന് പറഞ്ഞിങ്ങ് പൊളിച്ചു കൊടുത്ത് അവിടെ ഇരുന്ന ചാണക സംഘികൾ അണ്ണാക്കിലടക്കം കൊടുത്ത് ഇനി മേലിൽ ഒരറ്റം എടുത്താൻ വരും ഈ സാമുവൽ ജെറോനെ താങ്ങാൻ പാടില്ല. സംഘികൾക്കും ക്രിസംഘികൾക്കും സാമുവൽ ജെറോം ആരാണെന്നും കാന്തപുരം ആരാണെന്നും കൃത്യമായിട്ട് ഇന്നലെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് നമുക്ക് കേൾക്കാം. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇവിടെ ഇത് പബ്ലിക്കിനുണ്ടാകുന്ന ഒരു സംശയമാണ്. ഞാനും ഇതേ സംശയം തുടക്കത്തിൽ തന്നെ ഉന്നയിക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നത് ഏതു വിധേനയും നിമിഷപ്രിയയെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ആരുടെയും ഉദ്ദേശശുദ്ധിയെ അല്ല നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു തർക്കത്തിനുമല്ല ഈ ഒരു ചർച്ച എന്നതുകൊണ്ടാണ്. ഇത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് മിഥുൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ, മിഥുന്റെ ചർച്ച മുഴുവൻ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഈ പറയുന്ന ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അതിന്റെ നേതാവാണ്. ആക്ഷൻ കൗൺസിൽ തന്നെ പിന്നെ കാന്തപുരത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. ആദ്യം തന്നെ ഇതിനോട് പറയാം, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല പിന്നെ ഈ പറയുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 2024 ഡിസംബറിൽ സ്വമേധയാ ഞങ്ങളുടെ ഗ്രൂപ്പ് വിട്ട് പുറത്തു പോയതാണ്. അദ്ദേഹത്തിന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത $40,000 എന്തിനു ഉപയോഗിച്ചു, ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ പണം അയച്ചു തന്നാൽ മതി എന്നുള്ള ധാർഷ്ട്യമുള്ള മറുപടി പറഞ്ഞ സമയത്ത് അത് അങ്ങനെ കഴിയില്ല, അക്കൗണ്ടബിൾ ആയി ഞങ്ങൾ ക്രൗഡ് ഫണ്ടിലൂടെ ഉണ്ടാക്കിയ പണമാണ്, അത് കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്ത് ചർച്ചകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പിന്നെ ഗ്രൂപ്പിൽ നിന്ന്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങിപ്പോയ ആളാണ്. 2024 ഡിസംബർ തൊട്ട് സാമുവൽ ജെറോമുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ കാന്തപുരത്തെ അപമാനിക്കുന്ന, ഈ ചർച്ചകൾക്ക് നടത്തുന്ന കാന്തപുരത്തെ അപമാനിക്കുന്ന തരത്തിൽ സാമുവൽ ജെറോമിനോടൊപ്പം മറ്റു പ്രസ്താവനകൾ നടത്തുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ ബാബു ജോൺ എന്ന് പറയുന്ന ആളുകളെല്ലാം ഞങ്ങൾ ഇന്നലെ പിന്നെ ഈ പറയുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ ഇതിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തെ ഞങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ആരംഭിക്കുന്നത് ഈ സാമുവൽ ജെറോം അവകാശപ്പെടുന്നത് 2017 തൊട്ട് അദ്ദേഹം ഈ നിമിഷപ്രിയ കേസുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏക ആക്സസ് എന്ന് പറയുന്നത് സാമുവൽ ജെറോം മാത്രമായിരുന്നു. അവിടെ ഔദ്യോഗികമായി യമനിൽ തുടരുന്ന ഏക ഇന്ത്യക്കാരൻ എന്നുള്ള, അല്ലെങ്കിൽ സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി അവിടെ തുടരുന്ന ഏക ഇന്ത്യക്കാരൻ സാമുവൽ ജെറോം ആണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാമുവൽ ജെറോം ഞങ്ങളുടെ പിന്നെ ഈ സമയത്ത് ഈ ചർച്ച നടത്തുന്നത് വരെ ഞങ്ങൾക്ക് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ച ട്രയൽ കോടതിയുടെ ഉത്തരവോ അതല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് പിന്നെ അപ്പീൽ കോടതിയുടെയോ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെയോ ഉത്തരവ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. $4,000 ഈ 3 ഉത്തരവുകളുടെ വിധി പകർപ്പുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർട്ടിഫൈഡ് കോപ്പി ലഭ്യമാക്കുന്നതിന് ആക്ഷൻ കോടതി കൊടുത്തതാണ്. 2 തവണയായി $20,000 $40,000 ചർച്ചകൾക്കായി സാമുവൽ ജെറോം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമുവൽ ജെറോമിനും അവിടുത്തെ അഭിഭാഷകനും ഇന്ത്യൻ എംബസി വഴി ഞങ്ങൾ അയച്ചു കൊടുത്തതാണ്. അതിന്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് സാമുവൽ ജെറോം ഞങ്ങളോട് മോശമായി പെരുമാറുകയും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണ് പിന്നെ കഴിഞ്ഞ വർഷം ഈ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മകൻ പിന്നെ ഹക്കീം അസരി ഇവിടെ ഡൽഹിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ നേരിൽ പോയി കാണുകയും ഈ സഹായത്തെ ഈ ചർച്ചകൾക്കകത്തുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് കാന്തപുരം ഉസ്താദിന് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയ്ക്ക് ഇത്തരം ഒരു നിർണായകമായ അവസരം എത്തിയിരുന്നില്ല. പിന്നീട് നിമിഷപ്രിയയുടെ വധശിക്ഷ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഔദ്യോഗികമായി ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ തന്നെ കേരളത്തിലെ ആളുകൾ ശ്രീമതി കുഞ്ഞമ്മദ് കുരാശുണ്ടും അതോടൊപ്പം തന്നെ സജീവ് കുമാർ എന്നിവർ കാന്തപുരം ഉസ്താദിനെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ഇന്നലെയും അദ്ദേഹത്തിന്റെ മർക്കസിലെത്തി പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അദ്ദേഹത്തോട് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയും തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സംഘടനയും നടത്തുന്ന ഈ ചർച്ചകളുടെ കൂടെയാണ്. ഞങ്ങൾ പൂർണ്ണമായും ഈ ചർച്ചകളോടൊപ്പം
ഒപ്പം നിന്നുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന ആവശ്യമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തോട് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വിവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരും ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല. ഇക്കാര്യത്തിനകത്ത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനോ അതല്ലെങ്കിൽ മർക്കസിനോ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് വേണമെന്നുള്ള അവിടെ താങ്കൾ ഇത്രയും പറഞ്ഞത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ വിഷയം കൂടി താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ശ്രീ സാമുവൽ ജെറോം ഈ ആക്ഷൻ കമ്മിറ്റി ഒരു പരിധിവരെയെങ്കിലും ചീറ്റ് ചെയ്തു എന്നാണോ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തേണ്ടി വരുന്നത്? കാരണം ചെയ്ത പ്രവൃത്തികൾ എന്തായെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നൽകേണ്ടത് ജെറോമിന്റെ ഉത്തരവാദിത്തമായിരുന്നല്ലോ. സ്വാഭാവികമായും ഞങ്ങൾക്ക് മറ്റൊരു മാർഗം തുറന്നു കിട്ടിയ സമയത്ത് ഞങ്ങൾ ആ മാർഗം ഉപയോഗിക്കുന്ന സമയത്താണ് ക്ഷുഭിതനായി തനിക്ക് ഈ പറയുന്ന തന്റെ കയ്യിൽ നിൽക്കുമായിരുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അതിന് ചില താല്പര്യങ്ങളുണ്ട്. കാരണം ഇതുവരെ ഈ പറയുന്ന കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നതിന് ഒരു രൂപ പോലും അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല, മർക്കസ് ആവശ്യപ്പെട്ടില്ല. അതിന്റെ ചെലവുകൾ മുഴുവൻ പിന്നെ യമനിലുള്ള ഈ പറയുന്ന പണ്ഡിത വര്യന്മാരെ തന്നെയാണ് വഹിക്കുന്നത്. പക്ഷേ ഇവിടെ ചർച്ച നടക്കുന്നതിന് മുൻപേ തന്നെ $40,000 പ്രാഥമികമായ ചർച്ചകൾക്ക് വേണമെന്ന് പറയുകയും ആ $40,000 അയച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചർച്ച നടന്നു, ആരുമായി ചർച്ച നടന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവുമായി തലാദിന്റെ പിതാവുമായി ചർച്ച നടക്കുന്നു, അവിടുത്തെ ഗോത്ര തലവന്മാരുമായി ചർച്ച നടക്കുന്നു, അദ്ദേഹത്തിന്റെ സഹോദരനുമായി ചർച്ച നടക്കുന്നു എന്നുള്ള കളവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പറയുന്ന ദൗർബല്യത്തിന്, കാരണം ഞങ്ങൾക്ക് മറ്റാരുമില്ല അവിടെ ഇടപെടാൻ വേണ്ടി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എംബസി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ 3 റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ 3 റിട്ട് പെറ്റീഷനകത്തും ഇപ്പോൾ അവസാനം സുപ്രീം കോടതി നിൽക്കുന്ന നാളെ സുപ്രീം കോടതി പരിഹരിക്കുന്ന റിട്ട് പെറ്റീഷനകത്തും ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സമയത്തും നേരത്തെ നമ്മൾ തന്നെ കണ്ടതാണ്, കഴിഞ്ഞ തവണ പരിഗണിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിസ്സഹായസ്ഥ പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിയിൽ വരുന്ന സമയത്തും അവരുടെ നിസ്സഹായസ്ഥ പറയുകയും എന്നിട്ടാണ് ഡൽഹി ഹൈക്കോടതി അമ്മയ്ക്ക് പോകാനുള്ള യാത്രാനുമതി തരുന്നത്. അമ്മയുടെ യാത്രാനുമതിയെ പോലും അന്ന് സർക്കാർ വളരെ ശക്തിയുക്ത എതിർത്തതാണ്. പക്ഷേ കോടതി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അമ്മ പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അന്ന് ആ യാത്രാനുമതി തരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടം നടത്തി. ഞങ്ങൾ സർക്കാരിനൊപ്പമാണ്. ഞങ്ങൾ ഇതിൽ ആര് വരുന്നോ ആര് വന്നാലും ഈ പിന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നാലും അവർക്കൊപ്പമാണ്. അങ്ങനെ ഒരു അവസരമാണ് ശ്രീ കാന്തപുരത്തിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടിയത്. ആ അവസരത്തിൽ ഞങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. റൈറ്റ്. എന്തായാലും അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴാണ്, അതായത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് അടക്കം ഇപ്പോഴാണ് ഈ കുടുംബവുമായി യഥാർത്ഥത്തിൽ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് എന്നാണല്ലേ? തീർച്ചയായും. കാരണം നേരത്തെ പിന്നെ ഈ അദ്ദേഹം പറഞ്ഞിരുന്ന ചർച്ചകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊരിക്കലും കുടുംബമായുള്ള ചർച്ചകളായിരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ പറയുന്ന അവിടുത്തെ പണ്ഡിത വര്യന്മാരിലൂടെ ഈ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ സക്രിയമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, ആശാവഹമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് തുരങ്കം വെക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി പറയുന്നത്. തീർച്ചയായും കണ്ട 40,000 പാവങ്ങൾ പിരിപ്പിച്ച പൈസ, ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിരിപ്പിച്ച പൈസ മൂഞ്ചിച്ചിട്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാണ്ടെന്നാ പോരെ. ഇപ്പൊ എന്നിട്ട് ഉപദ്രവിക്കുന്നു. ഇപ്പൊ അവളെ എങ്ങനെയും കട കൊടുക്കാനാ ഈ നാറി നോക്കുന്ന ഈ സംഖ്യകളപ്പുറം കൂടിയിട്ട്. ഇവനെന്താ ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ശേഷം ഇവന് ഇവരെടുക്കുന്ന പൈസ പെടുക്കാൻ കഴിയില്ല. കാന്തപുരം ഒരു ഉറുപ്പ്യ വാങ്ങണ്ട കാന്തപുരം ചെയ്യുന്നത്. കാന്തപുരത്തിന് അതിന്റെ ആവശ്യമില്ല. അവര് അവിടത്തേക്കും പൈസ ഒന്നും ചെലവൊന്നും വാങ്ങുന്നില്ല. അവിടുത്തെ അവരും അവരെ പൈസ എടുത്ത് തന്നെ ചെയ്യുന്നു, ഒരു രൂപ വാങ്ങാണ്ട്. ഈ പരനാറി പുണ്ടയ മകൻ സാമുവൽ ജെറോമിന് ഇനി പൈസ ഊമ്പിക്കാൻ കഴിയില്ല. സംഖ്യകൾ ഓമ്പിച്ചോടെ നീ സംഖ്യകൾ എന്നെ താങ്ങുന്നത്, സംഖ്യകൾ ഊമ്പിച്ച് പണ്ടാരടങ്ങണം. നിമിഷപ്രിയനെ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാമുവൽ ജെറോമിനെ ആടെ പിടിച്ചിടാൻ പറഞ്ഞ യമനിൽ ആടെ കിടക്കണം. ഈ നായിനെല്ലാം വധശിക്ഷക്ക് വിധിക്കേണ്ടത്. വിശ്വസിച്ചാളെ ചതിക്കുന്ന നാറി. ഇവൻ ആ പെൺകുട്ടിനെ രക്ഷപ്പെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇവരെടുക്കുന്നത് $40,000 മുക്കിക്കോട്ട്. ആദ്യം ആ പെൺകുട്ടിനെ രക്ഷപ്പെടുത്തണ്ടേ? രക്ഷപ്പെടുത്താൻ വരാണ്ട് നടക്കാണ്ട് അവിടെ അവരുമായി യാതൊരു ചർച്ച ഇവൻ നടത്തിയില്ല. ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബമായിട്ട് ഒരു പരിപാടി നടത്താണ്ട് ഇവൻ ആടുന്ന് പുട്ടടിച്ച് നക്കി മൂഞ്ചിട്ട് ഓന് ഇപ്പം വന്നിട്ട് കുറ്റം പറയുന്ന നാറി. ഓനെ വിശ്വസിക്കുന്ന കുറെ തീട്ട സംഖ്യകളും ഇനിയെങ്കിലും സംഖ്യകളെ നിങ്ങളെ തലയിൽ കുറച്ച് വിവരം വരട്ടെ. നിങ്ങൾ കാന്തപുരത്തിന് നല്ലത് പറയണ്ട. നിങ്ങൾ ആ സാമുവൽ ജെറോം പുണ്ടയും മകനെയും കൂട്ടിട്ട് ആ പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കല്ല, രക്ഷപ്പെട്ടോട്ടെ. നിങ്ങളെ കുറെ ശ്രീജിത്ത് പണിക്കർ പോലത്തെ പരനാറികളും കുറെ വിസർജനം ടീമും കുറെ ദിവസത്തേക്ക് ഒന്ന് മിണ്ടാണ്ടേക്ക് ആ പെണ്ണിനെ എങ്ങനെയും കൊണ്ടിരട്ടെ ഇങ്ങോട്ടേക്ക്. ഈ ക്രിസംഗി സാമുവൽ ജെറോമിനെയും കാട്ടി വലിയൊരു ക്രിസംഗി ഉണ്ടല്ലോ കേരളത്തിൽ. ഓന്റെ ഒരു ഡയലോഗ് ഇപ്പം കേട്ടില്ലേ? കാസയിലെ കൂസൻ നിമിഷപ്രിയ വൻ കുറ്റവാളിയെ നോളെ തന്നെ രക്ഷപ്പെടുത്തുന്നു. ഇതേ പരനാറി കുറച്ചു കാലം മുന്നേ റഹീമിനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കാവും, പക്ഷെ നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിമിഷപ്രിയയും കാസയും അന്നും ഇന്നും റഹീമിന് വേണ്ടി പിരിപ്പിക്കാൻ ആളുണ്ട്, നിമിഷപ്രിയക്കായി പിരിപ്പിക്കാൻ ആൾക്കും താല്പര്യമില്ല. 2024 ഏപ്രിൽ 12 കാസയിലെ കൂസം മലപ്പുറത്ത് വെച്ചിട്ട് കെവിൻ പീറ്റർ പറഞ്ഞതാണ്. ഇനി 2025 ജൂലൈ 17 ഇതേ കൂസം പറഞ്ഞത് കേട്ടെ, നിമിഷപ്രിയയെ രക്ഷിക്കുന്നവരോട് ഒരു തരത്തിൽ യോജിക്കാനാവില്ല കെവിൻ പീറ്റർ. ഈ പരനാറിക്ക് എത്ര തന്തിയുണ്ടെന്ന് ചോദിക്കാൻ കഴിയില്ല, കാരണം എണ്ണിയാ കിട്ടൂല. അതുമാതിരി തന്തകളുണ്ടാവും.
എണ്ണം കിട്ടാത്ത തന്തിയുള്ള ഇവനല്ല ഇമാതിരി വർത്താനല്ലേ പറയൂ. ഇവന് പറ്റിയൊരു സാമുവൽ ജെറോം ക്രിസംഗി, ഈ ക്രിസംഗികളും സംഘികളും പെറ്റമ്മേനോട് വരെ സ്നേഹം കാണിക്കാൻ കഴിയാത്ത, പെറ്റമ്മേനെ വരെ ചതിക്കുന്ന നാറികളെ ഇവര് പറയുന്ന ഡയലോഗും കേട്ടിട്ട് സംഘികളെ ഇനിയെങ്കിലും നിങ്ങൾ കാന്തപുരത്തിന്റെ നേരെ കുരക്കാൻ വന്നതിൽ കേരളത്തിലെ മനുഷ്യത്തുള്ള മലയാളികൾ നിങ്ങളെ ചവിട്ടി ഓട്ടിക്കും. ഒരു പന്ന പുണ്ടേ മകൻ സാമുവൽ ജെറോമും ഒരു കാസയിലെ കൂസനും പിന്നെ അതിന്റെ പേരെ കുറെ പണിക്കന്മാരും നാണവും മാനും ഉളുപ്പില്ലാത്ത മനുഷ്യ സ്നേഹമില്ലാത്ത നാറികൾ. ഈ പണിക്കർക്കും ഒരു മകളുണ്ട്. ആ മകൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു അറ്റ സംഖ്യയും ക്രിസംഖ്യയും ഉണ്ടാവില്ല പണിക്കറെ. അന്നും ഈ നന്മയുള്ള മലയാളി മാത്രമേ ഉണ്ടാവും. അതിന്റെ ബോധം നിനക്ക് ഉണ്ടാവില്ല. കാരണം നിന്റെ തലയിൽ ചാണകവും വൈരാഗ്യ ബുദ്ധി ഇങ്ങനെ കുത്തി നിറഞ്ഞിരിക്കുന്ന ഒരു നായ, നീ പരനാറി നായി. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതുപോലുള്ള ക്രിസംഖികളും സംഘികളും മനുഷ്യരൂപമുള്ള ഒരുപാട് നാറികൾ നമ്മളെ ഇടയിലുണ്ട്. അങ്ങനെ നമ്മളുടെ ഇടയിൽ മനുഷ്യരൂപമുള്ള ഈ പരനാറികളൊക്കെ കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു സുലാൻ.